അമ്പോ ഒത്തുകളി ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട്. സിജോ, സായി, നന്ദന ഒത്തുകളി. പക്ഷെ നന്ദനയാണ് കൂടുതൽ ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നത്. നന്ദന വല്ലതും ചെയ്തതല്ല ഈ പൊന്നാങ്ങളമാരാണ്. ഈ പൊന്നാങ്ങളമാരാണ് ഇതെല്ലാം വിട്ടുകൊടുത്ത് ഈ വഷളാക്കിയത്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന മൊത്തം നന്ദന. അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ അവർക്ക് കുറ്റമൊന്നും ലാലേട്ടൻ പറഞ്ഞില്ല. കുറ്റം മൊത്തം ഇപ്പൊ നന്ദനയുടെ തലയിലാണ്. എന്തായാലും പൊളിക്കുന്നുണ്ട്, പൊരിക്കുന്നുണ്ട്. ആരെയൊക്കെയാണെന്നുള്ളത് എപ്പിസോഡിൽ കാണാം. പ്രൊമോ എന്താണെന്ന് അറിയണ്ടേ? പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ പ്രൊമോയ്ക്കകത്ത് ലാലേട്ടൻ ആദ്യം വരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ടിക്കറ്റ് ടു ഫിനാലെ? നന്ദന, നിങ്ങൾ കളിച്ച് ജയിച്ചതാണോ ഇത്? അപ്പം നന്ദന, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് എല്ലാ ഗെയിമും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ, അതിൽ കുറച്ച് എന്തോ ഒരു ഒത്തുകളി ഉള്ള പോലെ തോന്നിയോ വീട്ടുകാരുടെ അടുത്ത്? അപ്പോൾ ജിൻഡോ, പിന്നെ ഉറപ്പല്ലേ, ഉറപ്പാണ്, ഒത്തുകളിയാണ്. നോറ, കൺസിഡറേഷൻ, ഫേവറിസം ചില ആളുകൾക്കിടയിൽ ഇവിടെ ഉണ്ട്. ഋഷി, അതിലാലേട്ട് അവരങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല നന്ദനെ അവർ അറ്റാക്കേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീതു, അത് വിട്ടുകൊടുത്തത് എനിക്ക് തോന്നി, പേഴ്സണലായി എനിക്കും അപ്പടി തോന്നി. അപ്പോൾ ലാലേട്ടൻ, ആണോ സിജോ? അപ്പോൾ സിജോ, അവൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുള്ളത് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ സായി, മൈൻഡിലുണ്ടായിരുന്നു. ആ സ്റ്റേജ് എത്തിയപ്പോഴാണ്, പിന്നെ വേറെ ഞാൻ കൂട്ട് കളിച്ചില്ല, ആ സ്റ്റേജ് എത്തിയപ്പോൾ. അപ്പോൾ ലാലേട്ടൻ, നന്ദനയ്ക്ക് എന്താ പറയാനുള്ളത്? നന്ദന പറയണത്, ഞാൻ എൻ്റെ ഗെയിം മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ, അല്ലല്ലോ അവർ പറയുന്നു അവർ തന്നതാണെന്ന്. ഇങ്ങനെയാണോ കളിക്കേണ്ടത് നന്ദന എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നന്ദന കളിച്ചതാണോ കുഴപ്പം? നന്ദന കളിച്ചതായിക്കോട്ടെ, ഈ വിട്ടുകൊടുത്തവർക്ക് കുഴപ്പമില്ലേ? സിജോയെ സായിയോ ഒന്നും പറയുന്നില്ലല്ലോ, അവർക്കല്ലേ കിട്ടാനുള്ളത്. ഇത് നന്ദനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അവർ രണ്ടുപേരോട് എന്താണ്, അനിയത്തിയെ ജയിപ്പിക്കണം, അനിയത്തിയെ പെട്ടിയെടുപ്പിക്കണം, അനിയത്തിക്ക് വീട് വെക്കണം, അനിയത്തിയെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കണം. ഇത് മൊത്തം ഇപ്പൊ നന്ദന, നിങ്ങൾ അവർ തന്നതാണോ നിങ്ങൾക്ക്? നന്ദനയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ കളിച്ചതല്ലേ, അവരുള്ളൂ തന്ന എന്നുള്ള ഒരു ലെവലാണ്. ഋഷി കറക്റ്റാ പോയിന്റ് പറയുന്നുണ്ട്. അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല നന്ദനെ. അതെ, സായിയും അറ്റാക്ക് ചെയ്തില്ല, സിജോയെ അറ്റാക്ക് ചെയ്തില്ല. ഇത് മിക്കവാറും സംസാരിക്കുന്നത് നമ്മുടെ ചോർച്ച സിദ്ധാന്തം ടാസ്കിന്റെ കേസായിരിക്കും. അതിനകത്ത് ഇവർ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്തില്ല. ഇവർ 3 പേരും ടീമായിട്ട് അവസാനം അങ്ങ് നിന്നു. ഇത് മാത്രമല്ല, ഞാൻ പറയുന്നത് എല്ലാ ഒത്തുകളി ലാലേട്ടെന്ന് ചോദിക്കണം. അഭിഷേക് സായി ഒത്തുകളി ചോദിക്കണം. നന്ദനല്ലോ, സിജോ സായി ഒത്തുകളി ചോദിക്കണം. ഈ നന്ദനായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെ കാര്യമൊക്കെ ചോദിച്ചത് പൊളിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നോക്കാം. അടുത്ത പ്രൊമോ വരട്ടെ. എവിക്ഷൻ അപ്ഡേറ്റുകൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വിവരങ്ങളായിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ആൻഡ് ടേക്ക് കെയർ.